ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താണ്, നമ്മുടെ 2024 ജൂൺ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ജൂൺ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്ത എക്സാം ആയിരുന്നു അല്ലേ, ജൂലൈ സെക്കൻഡ് വീക്ക് വരെയൊക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, റിസൾട്ട് ചെക്ക് ചെയ്യേണ്ട ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റാറ്റസ്, ഒരു അപ്ഡേറ്റ്സ് വന്ന് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതത് ഡേറ്റിൽ ഓരോരോ അപ്ഡേറ്റ്സ് വരുന്നതിനനുസരിച്ച് അവിടുത്തെ സ്റ്റാറ്റസ് മാറിക്കൊണ്ടേയിരിക്കും, ഡേറ്റും കാര്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എൻറോൾമെൻറ്റ് നമ്പർ കൊടുത്തിട്ട് നമ്മുടെ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ റിസൾട്ട് വരാത്തവർ ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മുടെ 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പോലെ ഒരുമിച്ച് എല്ലാവർക്കും ഒരേ ദിവസം ആയിരിക്കില്ല വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും വാലുവേഷൻ കഴിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും മാർക്ക് അപ്ഡേറ്റ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരുടെയും ഒരേ മാസം ആയിരിക്കില്ല വരിക, ഓരോരോ ഡിഫറൻസിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓഗസ്റ്റിലായിരിക്കും ചിലത് വരുന്നുണ്ടായിരിക്കുക, ചിലത് സെപ്റ്റംബറിലായിരിക്കും വരിക. എന്തായാലും ഒരു 3-4 മാസത്തിൽ ആണ് റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. ടെൻഷൻ ആവേണ്ട. നെക്സ്റ്റ് എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് തന്നെ നമ്മുടെ എല്ലാ റിസൾട്ടും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വരുന്ന അപ്ഡേഷൻസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതാണ് നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഡ്യൂട്ടി. പിന്നെ പാസ് മാർക്ക് എത്രയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നോർമലി സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, UG പ്രോഗ്രാമുകൾക്കൊക്കെ 30-35% ആണ് തിയറിയിൽ വരുന്നത്. PGക്ക് ആണെന്നുണ്ടെങ്കിൽ 40% ആണ് വരുന്നത്. പിന്നെ ഗ്രേഡിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഒരു നോർമലി C ഗ്രേഡ് ആ ഒരു ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ കണ്ടീഷൻസ് അനുസരിച്ച് ഇത് മാറി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരാനുള്ള ടൈം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ സബ്ജക്റ്റ് വാലുവേഷനൊക്കെ കഴിഞ്ഞിട്ട് അതത് ടൈമിലായിട്ട് വരുന്നതായിരിക്കും. അതത് ടൈമിൽ നിങ്ങൾ ചെക്ക് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ്, ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതിൽ കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്